അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു സൗദിയുടെ വീട്ടിലാണ്. അപ്പോൾ വീടിൻ്റെ പണി എല്ലാം തീർന്ന് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ആ സൗദിയുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് വീട്. ക്യാമറയിൽ നമുക്ക് ഫുള്ള് കിട്ടൂല, ഇത്രയും വലിയൊരു വീടാണ്. അപ്പോൾ വീട്ടിൻ്റെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഇതാണൊരു ചെറിയൊരു മുറ്റമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിനുള്ളിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. വീട്ടിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ ഇവിടെ ഒരു ഹാള് കാണാം. ഇതാണ് റിയാദിൽ നമ്മളെ സൗദിയിലെ പുതിയ വീട് വെച്ചിട്ട് പരിപാടിയൊക്കെ തുടങ്ങി. പണി കഴിഞ്ഞിട്ടില്ല ഫുള്ള്. ഒന്ന് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസ്, എന്തൊക്കെ സാധനങ്ങൾ നോക്കിയാൽ എല്ലാ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബാത്റൂമും, അത് കഴിഞ്ഞ് ആ ലൈറ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ലൈറ്റാണ്. അവിടെ ബംഗാളി പണിയൊക്കെ കഴിഞ്ഞിട്ട് സാധനം കൊണ്ടുവരുവാണ്. ഇതിനകത്താണ് മജ്ലിസ്. ഇവിടെ ഇങ്ങ് വന്നാടെ, നിങ്ങളിങ്ങ് വരി. മജ്ലിസ് അപ്പം ആരും ഇല്ല ഇവിടെ. അപ്പോൾ ആരെങ്കിലും വന്നാലും സ്പെഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്. വീട്ടിനുള്ളിലേക്ക് കയറ്റൂല, ജസ്റ്റ് ഇവിടെ കയറ്റിയിരുത്തി കാര്യങ്ങൾ പറയും. എടേ ഇവിടെ വന്നാ, എടാ ഇങ്ങ് വരി, ഞാൻ പറയുമ്പോൾ ലൈറ്റ് ഇട്ട് തന്നാൽ വന്നു. നേരെ പോകുന്നു. ഇവിടെ ബെഡ്റൂം, ഇവിടെ ഒരു വാഷ് ബേസ്, വീണ്ടും ഒരു ബാത്റൂമും. ഒരു ബെഡ്റൂമിൽ ആരുമില്ല, ഖാലിയാണ്. ഒരു വാഷ് ബേസ് കണ്ടില്ലേ. നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. കിച്ചൺ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെയിം കബോർഡ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഫുൾ സെറ്റായിട്ടാണ് വാങ്ങുന്നത്. കബോർഡും ബാക്കിയുള്ള കാര്യങ്ങളും കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയൊക്കെ വെച്ചിട്ടുണ്ട്. ചിമ്മിനിയൊക്കെ വെച്ചിട്ട് വർക്ക് നടന്നിട്ടില്ല കേട്ടോ. അതിനകത്ത് എല്ലാം ഫ്രഷ് ആയിട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ ഫുൾ സെറ്റപ്പ് ആട്ടോ. ആഹാ കൊള്ളാലോ. ഇത് നല്ല സൗകര്യം ഉണ്ടല്ലേ. ഇവിടെ കുറെ കബോർഡ് കാര്യങ്ങള്, വാഷിംഗ് മെഷീൻ. ഇത് കൊള്ളാം കേട്ടോ, ഈ പരിപാടി കൊള്ളാം. അത് കട്ടിന്ന് പറയാമോ, നീ പേടിക്കണ്ട. വാ, അതിന് നേരെ വരുന്നു. ഇത് അടുപ്പല്ലേ ഇവിടെ? അടുപ്പ്. അതടുപ്പ്. നാട്ടിലുണ്ട്, നല്ല വിലയാണെന്ന് തോന്നുന്നു ഈ സാധനം. ഇതെന്ത് സാധനം? ഓവനും പിന്നെ അടുത്ത് രണ്ട് ഓവൻ. അലമാര എങ്ങനെയുണ്ട്? ഒന്നുമില്ല, എല്ലാം കാര്യമാണ്, ആരും ഇല്ലാത്തതുകൊണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജ്, രണ്ട് ഓവൻ. അതെ. സ്റ്റോ, അതെ. ഫ്രിഡ്ജ് പറഞ്ഞ പോലെ ഉണ്ട് അതിനകത്ത്. ഡബിൾ ഡോർ ഫ്രിഡ്ജ്. ഒന്നുമില്ല, കാര്യമാണ്. അപ്പൊ എന്നിട്ട് നമുക്ക് അടുത്ത മുകളിലോട്ട് പോവാം. فوق في موجود. وين ما في أي نفر صح؟ خلاص മുകളിലോട്ട് കയറി പോവുകയാണ്. ഇത് കുറെ കയറാണല്ലോ സ്റ്റെപ്പ്. മുകളുടെ നിലയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വിശദീകരിക്കണം അല്ലേ. ഇത് 3 നില ഉണ്ടായത്, 3 നില കേട്ടോ. ഉണ്ട് സംഭവം. ലൈറ്റ് ഇട്ടേ. ഇവിടെ എന്തേടെ? ഇവിടെ ഹോളോ? ഇതൊരു ബെഡ്റൂം. അത്ര വലിയ ഭയങ്കര ബെഡ്റൂം ഒന്നുമല്ല അല്ലേ, നോർമലുള്ളൊരു ബെഡ്റൂം. ഒരു ഹാള്. ലൈറ്റില്ലേ? അതാ ഇവിടെ ഇരിക്കുക. ആൾക്കാർക്ക് ഇരുന്ന് സിനിമയെ കണ്ട ക്യാമറ വെച്ചേക്കുന്ന അത് സോസോ മജ്ലിസ് ആകാ സാർ. അത് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം. വീടുകൾ ആവശ്യം പോലെ ഉണ്ട്, വലിയ വലിയ വീടുകളൊക്കെ കാണാം. പിന്നെ ഉള്ളത്
നേരെ ഇവിടെ ഒരു ബാത്റൂം. ആവശ്യമായ ബാത്റൂം ഉണ്ടല്ലോ അവിടെ. ഈ ഫോക്ക് ഇല്ല. മുകളിലത്തെ നിലയിലോട്ട് പോകും. കുഴപ്പമില്ല. നമ്മളത് മൊബൈൽ മാറ്റി പിടിച്ച് നമ്മൾ എഹിയുടെ മൊബൈലിൽ തന്നെ നമ്മൾ എടുത്തേക്കും. വീട് കണ്ടില്ലാന്നുണ്ട്. പക്ഷെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിനകത്ത് സ്വിമ്മിംഗ് പൂളാണ്. ലോക്കാണ്. നമുക്ക് ഇറങ്ങി പോവാണ്. ആവശ്യം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളു സംഭവം പെടുവാണ് കേട്ടോ എന്തായാലും. പക്ഷെ വിശദീകരിച്ച് നമുക്ക് പറയാൻ അറിയാത്ത കൊണ്ടുള്ള വിഷയമാണ് കുഴപ്പമുള്ളൂ നമുക്ക്. ഈ സാധനല്ലേ പക്ഷെ ലൈറ്റുകളൊക്കെ കൊള്ളാം കേട്ടോ. നല്ല വെറൈറ്റി ഉണ്ടല്ലേ. മുകളിൽ ഞങ്ങൾ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോ ഇത് നല്ല രസമുണ്ട്. ഈ ലൈറ്റ് അല്ല ഇവിടെ അല്ലേ. അവിടെ അത് കാണിച്ചു. ഇനി നമുക്ക് പുറത്തോട്ട് പോകാം. അവിടെ എന്താണുള്ളത് അല്ലേ? ചെരുപ്പ് വയ്ക്കാനുള്ള. ഇനി നമ്മളിതാ പുറത്തോട്ട് പോകാൻ. വാ നമ്മൾ മുറ്റത്ത് കണ്ടില്ലെന്നോണ്ടാ. ഫുൾ സെറ്റാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എവിടെ ഇത്? ഇത് പുറത്തുമുണ്ട്. ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള റൂമാണിത്. അതിനൊക്കെ ഫുൾ സെറ്റാണ് ഇവിടെ. ഏതാണ് ഈ ഡോർ? നമുക്ക് ഇതിലേയും കൂടെ കയറാം, അതിലേയും കയറാം. ആള് വന്നു കഴിഞ്ഞാലേ ഗസ്റ്റിന്. മതിലിന്റെ പൊക്കം കണ്ടോ? എല്ലാ വീടുകൾക്കും ഇതുപോലെ തന്നെ മതിലിന്റെ പൊക്കം. പാർക്കിംഗ് അവിടെ ഉണ്ടോ? അതെ. ഇതൊക്കെ മൊത്തം പൊടിയടിച്ച് കിടക്കണം കംപ്ലീറ്റ്. നല്ല രസമുണ്ട് അല്ലേ. ഇപ്പൊ തണുപ്പായതുകൊണ്ട് കൊള്ളാം അല്ലേ. കറക്റ്റ് എത്ര നില നോക്കിയേ. കിട്ടുന്നില്ല, ക്യാമറ കിട്ടുന്നില്ല കേട്ടോ. എത്ര കിടക്കാൻ നോക്കിയേ. എന്തുമാത്രം വെയിറ്റ് കിടക്കല്ലേ. നോക്കി ബീം തള്ളി വന്നിരിക്കണം. ഇത് കണ്ടോ? നല്ല ഹൈറ്റ് ഉണ്ട്. അതെ. എത്ര കിടക്കാൻ നോക്കിയേ. ശരിക്കുണ്ട്. അവിടെ ഉണ്ട്. മുകളിൽ സ്വിമ്മിംഗ് പൂളാണ്. അതാണല്ലേ. അതെ. പകുതി കയറിയിട്ടുള്ളൂ. അതെ. അവിടെ ലോക്ക് ആയതുകൊണ്ട്. അല്ലെ അപ്പുറത്ത് ഫ്രണ്ടിൽ ഇറങ്ങാമായിരുന്നു അല്ലേ. എന്തായാലും അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.